ഹലോ കൂട്ടുകാരെ, തനി രുചിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഓലൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് സദ്യയുടെ കൂടെ ഒരു സൈഡ് ഡിഷ് ആയിട്ടാണ് സാധാരണ വിളമ്പാറുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മത്തൻ, നീളൻ പയർ, പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഞാനിവിടെ തേങ്ങാപ്പാലും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഓലന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓലൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മുടെ പാനൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ അതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഏകദേശം നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയിലോട്ട് നമ്മുടെ മത്തനും പയറും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ. അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഈ കഷ്ണങ്ങളൊക്കെ ഞാൻ തേങ്ങാപ്പാലിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ 2-ാം പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഉപ്പ് നമ്മളിപ്പോൾ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ പിരിഞ്ഞു പോവേ. ഇനി കഷ്ണങ്ങളൊക്കെ വേവാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാമേ. അപ്പോൾ ഇതേ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മത്തനും പയറൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നേരത്തെ മാറ്റി വെച്ച 1-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാവേ. 1-ാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം അധികം തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക എല്ലാം കൂടെ. തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ തന്നെ ഒരു നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഓലൻ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ് കേട്ടോ നമ്മുടെ ഓലന്. രുചിയുടെ കാര്യം പിന്നെ പറയും വേണ്ട കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാവേ. അപ്പോൾ ഇതേ നമ്മുടെ അടിപൊളി ഓലൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. പല ആളുകളും പല രീതിയിലാണ് കേട്ടോ നമ്മുടെ ഈ ഓലൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിവിടെ മത്തനും അതുപോലെ തന്നെ നീളൻ പയറുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് കുമ്പളവും വൻപയറും ഇട്ടിട്ടും ഓല ഉണ്ടാക്കാവുന്നതാണ്.
അല്ലെങ്കിൽ നമുക്ക് മത്തൻ മാത്രം ഇട്ടിട്ടും അതേപോലെ തന്നെ കുമ്പളങ്ങ മാത്രം ഇട്ടിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതും നല്ല രുചിയാണ്. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണേ. സദ്യക്ക് മാത്രമല്ല, അല്ലാണ്ടും വീട്ടിൽ ചെയ്ത് നോക്കാം കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുതേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.